നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026-27 വർഷത്തെ വിഷു ഫലമാണ് പറയുന്നത്. ഈ വിഷുഫലം നമ്മൾ സാധാരണയായിട്ട് ഒരു മാസം മുമ്പ് പ്രവചിക്കാറുള്ളതാണ്. പക്ഷെങ്കിൽ ഈ സമയത്ത് ചില നിമിത്ത ഫലങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ചത്. ഈ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതിനോടൊപ്പം ഈ തിരുവാതിര നക്ഷത്രക്കാരെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, വളരെ നന്നായിട്ടാണോ അല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നത് മൂലം നിങ്ങൾക്ക് വരുന്ന 12 മാസം അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു വാക്ക്, തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഇത് നേരെ സ്കിപ്പ് ചെയ്ത് തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് പോവുക. കാരണം തിരുവാതിര എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ, അവരുടെ ഒരു രീതി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരോട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് താൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിലേക്കൊന്ന് കടക്കുകയാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാര് വളരെയധികം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. ഇവർക്ക് വളരെയധികം സ്നേഹമുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഇവരുടെ പ്രവർത്തന രംഗം ഏതുമായിക്കോട്ടെ, എവിടെയാണെങ്കിലും അവരത് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആളുകളായിരിക്കും. ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ആരെയും ഇവര് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ മനംമാറ്റത്തിന് ചില നിസാര കാരണങ്ങളൊക്കെ മതി. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സഹകരണമായിരിക്കില്ല പിന്നീട് ഉണ്ടാവുന്നത്. അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇവര് വളരെയധികം മുൻപന്തിയിലാണ്. എന്നാൽ ആർജിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഇവര് പിശുക്ക് കാണിക്കാറുമുണ്ട്. ഇവര് ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയിൽ ഇവർക്ക് ഒന്നിലധികം ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതായത് ഇവർ ഒരു കാര്യത്തിനാണ് ഇറങ്ങുന്നതെന്ന് നമുക്ക് തോന്നിയാലും ഒന്നിലധികം കാര്യങ്ങൾ സാധിച്ചുകൊണ്ടായിരിക്കും ഇവര് തിരികെ വരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇവര് നടത്താറുണ്ട്. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവാറുണ്ട്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. എന്നിരുന്നാലും തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ഉപകാരസ്മരണ അത് ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള വിലയൊന്നും നിങ്ങൾ കൊടുക്കാറില്ല. ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും അത് ഒരു സാർത്ഥ താല്പര്യം കണ്ടുകൊണ്ടായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാര് ചെയ്യുന്നത്. 32 വയസ്സിന് ശേഷമാണ് സാധാരണഗതിയിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു പുരോഗതി കാണുന്നത്. സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവരെ തേടിയെത്താറുണ്ട്. ഇവർക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ വിവാഹത്തിൽ ഒരു ശ്രേഷ്ഠത ഉണ്ടാവാറുണ്ട്. സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ സൗന്ദര്യപരമായിട്ടോ ഒക്കെ ഒരു ശ്രേഷ്ഠത ഇവർക്ക് ഉണ്ടാവാറുണ്ട്. സ്വന്തം കുടുംബത്തെയൊക്കെ വിട്ട് അന്യദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളായിരിക്കും ഇവര്. ഇവരുടെ സഞ്ചാരവും അന്യദേശവാസവും ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് തീരുന്നതാണ്. അന്യരുടെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കുന്നതിൽ ഇവര് വളരെ സമർത്ഥരാണ്. പരദൂഷണത്തിന് സാമർഥ്യം പ്രകടിപ്പിക്കാറുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാര്. സംതൃപ്തകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് തിരുവാതിര നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വിഷുഫലത്തിലേക്ക് കിടക്കാം. വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മൾ 3 മാസങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് 4 ഘട്ടങ്ങളിലായിട്ടാണ് പറയുന്നത്. അതായത് ഏപ്രിൽ 14, മെയ്, ജൂൺ എന്നിങ്ങനെ 3 മാസത്തിലെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അലസതയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ചില ദുഷ്പ്രവൃത്തിയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ട്. കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്.
ബന്ധുക്കളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ജീവിത പങ്കാളിയുടെ വീട്ടില് പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ശാസ്താപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രധാന ഫലങ്ങൾ നോക്കുമ്പോൾ അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ചില അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനസ്സുഖം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുക്കൾക്കൊക്കെ ദുരിത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുമൂലം നിങ്ങളുടെ മാനസിക വിഷമം കൂടുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ഭവനത്തില് വിഷമതകളൊക്കെ ഉണ്ടാവുന്നതാണ്. തർക്കങ്ങള്, അപകടം എന്നിവയൊക്കെ സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമൊക്കെ വരുന്ന ഒരു സമയമാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അടുത്ത 3 മാസവും അത്ര നല്ലതല്ല. അതായത് വിഷുവിന് ശേഷമുള്ള 6 മാസം തിരുവാതിര നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. വളരെ തയ്യാറെടുത്ത് സംസാരമൊക്കെ മിതമാക്കി പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക നഷ്ടമൊക്കെ നിങ്ങൾക്ക് നികത്താൻ കഴിയുന്നതാണ്. സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. യാത്രകളൊക്കെ ഫലവത്താവുന്നതാണ്, ഫലമുണ്ടാവുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. ബന്ധുക്കളിൽ നിന്നുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില ശത്രുതയും ഒക്കെ മാറിപ്പോകുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ മനസമാധാനമൊക്കെ തിരികെ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കൊക്കെ ഗുണമുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. നിങ്ങളുടെ ഭവന നിർമ്മാണമൊക്കെ നടത്താൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഭവന നിർമ്മാണത്തിന് പറ്റിയൊരു സമയമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന്റെ അവസാന 3 മാസം വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. വളരെയധികം നല്ല ഒരു സമയമാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ 2027 തുടക്കം എങ്ങനെയായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്നാണ് പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ്. അതെല്ലാം ഫലവത്താവുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാവുന്നതാണ്. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. പരിശ്രമത്തിനൊക്കെ ഫലം കിട്ടും. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. തൊഴിൽപരമായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. കൃഷിക്കാർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വിഷുബലം എടുക്കുകയാണെങ്കിൽ അവസാന 6 മാസം വളരെ നല്ല ഒരു ശുഭ സൂചകമായിട്ടുള്ള ഒരു സമയമാണ്. അതായത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ഭവന നിർമ്മാണമൊക്കെ നടക്കുന്നതാണ്. വാഹന യോഗമൊക്കെ ഉണ്ടാകുന്നതാണ്. ചില യോഗങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇത് പ്രധാനപ്പെട്ട ഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പൊതുഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ മാറ്റമില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു ഫലമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭനകരമായി മാറുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാര് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിലും മതത്തിലും മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ ഈ പ്രാവശ്യം ഈ സമയങ്ങളെല്ലാം മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിജയം ഉണ്ടാവുന്നതാണ്. ആദ്യത്തെ ഒരു 6 മാസം നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീടുള്ള 6 മാസം എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളുള്ള മാസമാണ്. അതായത് ആദ്യത്തെ ദോഷങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.